ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നിസ് ഗാർഡിലോട്ട് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒക്കെ ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് ഇന്നത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ചൈനീസ് ബോൾസ് ആണ് കേട്ടോ. ചൈനീസ് ബോൾസും ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ്, എപ്പോഴും പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് 13 കളറാണ് നമ്മളിപ്പോൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 13 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 360 രൂപയാണ്. നമ്മൾ മാക്സിമം വില കുറച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം വെള്ളം വേണം, എന്നാൽ അധികം വെള്ളം ആവാനും പാടില്ല, ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാനും പാടില്ല. അങ്ങനെ നമുക്ക് ഈ ചെടി വളർത്താൻ ഒട്ടും അറിയാത്തവർക്ക് വരെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസം. ചൈനീസ് ബോൾസം ഇല്ലാത്ത വീടുകൾ ദുർലഭമായിരിക്കും. എന്താ വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കണ്ടോ, നല്ല റൂട്ടഡ് പ്ലാന്റാണ്. ഇതേപോലെ വേരുകൾ അടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. 13 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 360 രൂപയാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അച്ചിമെറ്റ്സ് എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. അച്ചിമെറ്റ്സും അതുപോലെ അടിപൊളി ഫ്ലവറിങ് പ്ലാന്റാണ്. ഇതും നല്ല എപ്പോഴും പൂ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവും. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അത് നല്ല ഫ്ലവറാണ്, ഇതിൻ്റെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. നമുക്കധികം വലിയ മെയിൻ്റെനൻസിൻ്റെ ആവശ്യമില്ലാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് കേട്ടോ അച്ചിമെറ്റ്സ് എന്ന് പറഞ്ഞ പ്ലാന്റ്. നമ്മൾ 10 കളറിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റാണ് കേട്ടോ. നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ്. അച്ചിമെറ്റ്സിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മളിപ്പോൾ നട്ട് കഴിഞ്ഞാൽ ഇത് ഒരു കിഴങ്ങ് രൂപത്തിലാണ് ഉണ്ടാവുക. ഇതിന്ന് പല ശിഖരങ്ങളുണ്ടായിട്ട് ഒരു പോട്ടിൽ തന്നെ ഒരു തൈ വെച്ചാൽ തന്നെ നിറയെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അച്ചിമെറ്റ്സിൻ്റെ പ്ലാന്റ്. അടുത്തതായിട്ട് നമ്മൾ ഇടുന്നത് റെസിഡോ എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു പൂവിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇത് നമ്മുടെ കയ്യിലിപ്പോൾ 4 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 85 രൂപയാണ്. നമ്മൾ വീഡിയോ കാണിക്കുന്ന സെയിം സാധനമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അടുത്ത പ്ലാന്റ് നമ്മുടെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഒത്തിരി പേര് പ്ലാന്റിൻ്റെ കോംബോ കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇല്ല, ഹൈഡ്രാഞ്ചിയൻ്റെ 5 കളർ നമ്മളിപ്പോഴും കോംബോ എറ്റുന്ന കൊടുക്കുന്നുണ്ട്. 280 രൂപയാണ്. നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ്. പിന്നെ നമ്മൾ അയക്കുന്നത് പറഞ്ഞാൽ റൂട്ടഡ് പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഏത് കാലാവസ്ഥയിലും നട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറും കൂടിയാണ്. അടുത്ത നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ. ലിപ്സ്റ്റിക് പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്കിത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുത്താലും നിറയെ പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റും കൂടിയാണ്. ഒരു 9 കളറോളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. 9 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 480 രൂപയാണ്. നല്ല അടിപൊളി പ്ലാന്റും കൂടിയാണ്. നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. നമുക്ക് നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത ചെറിയ തോതിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്. നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. മാസത്തിൽ 1-2 വട്ടം വളം ഇട്ട് കൊടുത്താൽ മതി. നിറയെ പൂക്കളുണ്ടാവും. നമുക്ക് ഇതേപോലെയൊക്കെ ഇൻഡോറിലും നമുക്ക് ഇതേപോലെയൊക്കെ ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്. ഇതിൻ്റെ ഒരു പൂക്കൾക്ക് നല്ല ഭംഗിയാണ്. അടുത്തത് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ക്രീപ്പർ പ്ലാന്റ് നമുക്ക് കടുത്ത വേനൽക്കാലത്തും മഴക്കാലത്തൊക്കെ നമ്മുടെ മുറ്റത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് മതിലിലോ ഗേറ്റിലോ സൺസൈഡ് കൂടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. പിന്നെ ക്രീപ്പർ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പൂക്കളുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. പിന്നെ അതിന് ചില പൂക്കൾക്കൊക്കെ നല്ല സ്മെല്ലുണ്ട്. ഇത് ഒരു കൊല കുത്തി പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ പൂക്കളൊക്കെ കണ്ടാൽ പെട്ടെന്ന് നമുക്ക് അട്രാക്ഷൻ തോന്നുന്നൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ്.